നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണ വെറും പാഴ്വാക്കല്ല. അത് മശായിഖുമാരിൽ നിന്ന് കിട്ടിപ്പോന്ന മഹാന്മാരായ ആളുകളുടെ സൂചന പ്രകാരം അവർ നേർവഴി കാണിച്ചതനുസരിച്ച് അവർ ഇശാറത്താക്കിയതനുസരിച്ച് കൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് എന്നതിൽ ഒരു സംശയവും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു അള്ളാഹുവിലേക്ക് വാസിലാക്കുന്ന ഒരു ശരിയായ ഷെയ്ഖ്, ആ ഷെയ്ഖിന് ഒരുപാട് നിബന്ധനകളുണ്ട്. ഏതെങ്കിലും എവിടെങ്കിലും ഒരു വെളിച്ചപ്പാടായിട്ട് ഇറങ്ങി വന്നിട്ട് ഞാനൊരു ഷെയ്ഖാണെന്നും പറഞ്ഞിട്ട് ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചോ ഇസ്ലാമിന്റെ ചര്യയെ സംബന്ധിച്ചോ ഇസ്ലാമിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചോ ഒന്നുപോലും അറിയാതെ ഒന്നുപോലും പ്രവർത്തിക്കാതെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ഷെയ്ഖാകാൻ പറ്റുമോ? ശരിയായ ഷെയ്ഖിന്റെ കീഴിൽ തർബിയത്തിന്റെ ശിക്ഷണം ലഭിക്കുന്ന മുരീദുമാർ, ആ മുരീദുമാർക്ക് അള്ളാഹുവിന്റെ യഥാർത്ഥമായ ജ്ഞാനത്തിലേക്കും അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകുന്ന മഅരിഫത്തിലേക്കും എത്തിപ്പെടാനുള്ള വഴികൾ, ആ വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാർ അത് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മാത്രമല്ല, മശായിഖന്മാരും സൂഫിയാക്കളും അതിന് കൃത്യമായ വര വരച്ചിട്ടുണ്ട്. ആ വരയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? ഇന്ന തരീഖ ശരീഅത്തുൻ വതരീഖത്തു വഹഖീഖത്തുൻ ഫസ്മഅ ലഹാ മാ മുസ്സില ഫശരീഅത്തുൻ കസഫീനത്തിൻ വതരീഖത്തു കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറൻ വലാ. അല്ലാഹുവിലേക്കുള്ള പ്രയാണത്തിന്റെ റൂട്ട് ഒരു ഷെയ്ഖിന്റെ കീഴിൽ ജീവിക്കുന്ന മുരീദുമാർ വെറുതെ എങ്ങനെ പടച്ചോനിലേക്ക് എത്തൊന്നുമില്ല. അതിന് അതിൻ്റെതായ സ്റ്റെപ്പുകൾ ഉണ്ട്. ആ സ്റ്റെപ്പുകളിലൂടെയല്ലാതെ റബ്ബ് തആലയിലേക്ക് വാസിലാകുവാൻ വേണ്ടി ശ്രമം നടത്തുന്നു അല്ലെങ്കിൽ അങ്ങനൊരു വാദമുന്നയിച്ചാൽ അത് കള്ളവാദമാണ്, അത് ഇസ്ലാമിന് പരിചയമില്ലാത്ത വാദമാണ്. എന്താണ് ഇന്ന ത്വരീഖ ശരീഅത്തും വത്വരീഖത്തുൻ? അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിന്റെ മാർഗം 3 മാർഗമുണ്ട്. ഒന്ന് ശരീഅത്താണ്. പൊതുവെ ഇസ്ലാമിനെ പറ്റി മൊത്തം ശരീഅത്ത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞ ശരീഅത്ത് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിനെ സംബന്ധിച്ചാണ് ശരീഅത്ത് എന്ന് പറഞ്ഞത്. അടുത്ത സ്റ്റെപ്പാണ് തരീഖത്ത് എന്ന് പറയുന്ന സ്റ്റെപ്പ്. വഹഖീഖത്തുൻ മൂന്നാമത്തെ സ്റ്റെപ്പാണ്, മൂന്നാമത്തെ മഖാമാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു കർമ്മശാസ്ത്രത്തിന്റെ ഇമാമാണെന്ന് മാത്രമല്ല, സൂഫിയാക്കളുടെ നേതാവാണ്, തരീഖത്തിന്റെ ശൈഖാണ്, പ്രഗത്ഭനായ ഇമാമാണ്, കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകനാണ്. ബഹുമാനപ്പെട്ടവര് പറയാണ് അതിന്റെ ഉദാഹരണം ഫശരീഅത്തുൻ കസഫീനത്തിൻ വത്വരീഖത്തു കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറൻ വലാ. ശരീഅത്ത് കപ്പലാണ്. ഉദാഹരണം പറയാണ്. നീ കപ്പൽ കണ്ടുമ്പോൾ ശരീഅത്താന്ന് പറയാൻ നിൽക്കേണ്ടത് ഉദാഹരണം. ശരീഅത്ത് കപ്പൽ പോലെയാണ്. വത്വരീഖത്തുൻ കൽബഹരി, തരീഖത്ത് എന്ന് പറഞ്ഞാൽ സമുദ്രം പോലെയാണ്. വഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ളതായ മുത്താണ്, വിലമതിക്കാനാവാത്ത മുത്ത്. അപ്പൊ ആ ശരീഅത്താകുന്ന കപ്പലിൽ ആദ്യം കയറണം. ശരീഅത്തിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കണം. ഇസ്ലാം കാര്യം 5 കൃത്യമായി അംഗീകരിക്കണം. ഈമാൻ കാര്യം 6 അത് കൃത്യമായി വിശ്വസിച്ചിരിക്കണം. അത് മുറ പോലെ നിർവഹിക്കണം. അതിനെ തള്ളിപ്പറയാൻ പറ്റൂല. അത് ഇല്ലാതിരിക്കുന്നതിന് ന്യായീകരണം ഒപ്പിക്കാൻ പാടില്ല. അങ്ങനെ ശരീഅത്താകുന്ന കപ്പലിൽ കയറിയിട്ട് തരീഖത്താകുന്ന കടലിൽ പ്രവേശിക്കണം. ആ കടലിൽ പ്രവേശിച്ചിട്ട് പിന്നെ ഹഖീഖത്താകുന്ന മുത്ത് പെറുക്കിയെടുക്കുവാൻ വേണ്ടി ഊളിയിട്ട് ഇറങ്ങണം. ഊളിയിട്ട് ഇറങ്ങുമ്പോ ആ കപ്പൽ അവിടെ മുകളിലിട്ട് കാണ്ട് പോകാൻ പറ്റൂല. ഇത് മുങ്ങിക്കപ്പലാ. മുകളില് അതിന്റെ മുകൾ പരപ്പിൽ കപ്പൽ നിർത്തിയിട്ട് പിന്നെ ഒറ്റക്ക് മുങ്ങിപ്പോകല്ല വേണ്ടത്. ആ മുങ്ങിക്കപ്പലാകുന്ന ശരീഅത്തിലൂടെ മുങ്ങിപ്പോവണം. ഏതാണ് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തന്ന ശേഷം അതിന്റെ നിർവചനം പറയാ. فشريعة أخذ بدين الخالق
വഖിയാമുഹു ബിൽ അംരി വന്നഹി ജലാ. എല്ലാ മനുഷ്യന്മാരോടും അമ്പിയാക്കന്മാർ അല്ലാഹുവിൽ നിന്ന് ലഭ്യമായ വഹയിന്റെ വെളിച്ചത്തിൽ അന്തിമ പ്രവാചകനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബിമാരും അവിടുത്തെ താബിഈങ്ങളും അങ്ങനെ താബിഈങ്ങളും അഇമ്മത്ത് മുജ്തഹിദീങ്ങളും മഹത്തുക്കളായ ഔലിയാക്കളും ആരിഫീങ്ങളും ശുഹദാക്കന്മാരും സാലിഹീങ്ങളും ഇവരെല്ലാവരും കൊണ്ടുവന്ന ആ ഇസ്ലാമിന്റെ വിധിവിലക്കുകളുണ്ട്. ഇസ്ലാം കാര്യം 5 കാര്യങ്ങള്, ഈമാൻ കാര്യം 6 കാര്യങ്ങള്, ഈ 5ന്റെയും 6ന്റെയും അനുബന്ധമായ മറ്റനേകം കാര്യങ്ങള്. ഇസ്ലാം കാര്യം 5 കാര്യത്തിന് നഖം വെട്ടുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി നഖം വെട്ടണ്ടെന്നല്ലേ പറയുന്നത്. ഇസ്ലാം കാര്യം 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മർമ്മങ്ങളായ കാര്യങ്ങളാണ്. അതിന്റെ അനുബന്ധങ്ങൾ ഒരുപാട് വേറെയും ഉണ്ട്. ഈമാൻ കാര്യം 6 എന്ന് പറയുന്നത് ഏറ്റവും മർമ്മങ്ങളായ കാര്യങ്ങളാണ്. അവയുടെ അനുബന്ധങ്ങളായ വേറെ വിശ്വാസ കാര്യങ്ങൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മദ്രസയിലും ദർസിലും അറബി കോളേജിലും വയലുകളിലും ഒക്കെ കേട്ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവ വളരെ കൃത്യമായി നിർവഹിക്കുക എന്നതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു അണുവിട വ്യതിചലിക്കാൻ, തള്ളിപ്പറയാൻ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിങ്ങനെ അള്ളാഹുവിന്റെ ധ്യാനത്തിലായാ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ ഇങ്ങനെ ധ്യാന നിരതനായാ മതി. അതാണ് നിസ്കാരം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി കിബിലക്ക് മുന്നിട്ട് വുളൂഅൊക്കെ എടുത്തിട്ട് ഔറത്തൊക്കെ മറച്ചിട്ട് സ്ഥലം അതുപോലെ വസ്ത്രവും ശരീരമൊക്കെ നജസിൽ നിന്ന് മുക്തമായിട്ട് വളരെ കൃത്യമായ ഷർത്തുകളൊക്കെ പാലിച്ച് ഫർളുകളൊക്കെ പാലിച്ച് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന രൂപത്തിലുള്ള 5 നേരത്തെ നിസ്കാരം. അങ്ങനെ ശരീരം കൊണ്ട് ഇങ്ങനെ കാണിക്കൊന്നും വേണ്ട, മനസ്സിൽ ഇങ്ങനെ ധ്യാനം ഉണ്ടായാ മതി. അത് പറ്റൂല. അത് കള്ളവാദമാണ്. അത് നരകത്തിലേക്കുള്ള വാദമാണ്. അത് പിശാചിന്റെ ദുർബോധനമാണ്. അത് ആളുകളെ പിഴപ്പിക്കുന്ന മാർഗമാണ്. ആ മാർഗം തന്നെയാണ് ഇവിടെ ഈ വേങ്ങാട്ടുകാരനായ ഈ മനുഷ്യൻ, ഇവിടെ കുറെ ഈ നാട്ടുകാരും അതിൽ പെട്ടിട്ടില്ല എന്നാ മനസ്സിലായത്. പക്ഷേ പരദേശത്തിൽ നിന്ന് വന്ന പല ആളുകളും ഈ രൂപത്തിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. അവിടെ എന്തോ അങ്ങാടിയിൽ എന്തോ നടന്നോട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇങ്ങനെയുള്ള ഈ ശരീഅത്തിൽ നിന്ന് ആ ശരീഅത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് തരീഖത്ത്, അത് ഏറ്റവും സൂക്ഷ്മമായ വഴിയാണ്. തരീഖത്തുൻ അഖ്ദുൻ ബിഅഹ്വതകൽ വറ വഅസീമത്തിൻ കരിയാദത്തിൻ മുതബത്തില. വളരെ കൽബിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട, നമ്മളെ കൽബിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്. അഹന്തയും അഹമ്മദിയും കിബറും അസൂയയും ദുനിയാവിനോടുള്ള മോഹവും, ഇങ്ങനെയുള്ള കൽബിന്റെ മനസ്സിന്റെ ഈ കുശുമ്പുകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് മനസ്സിനെ സംസ്കരിക്കുന്ന മുറ, അതിന്റെ പ്രായോഗികമായ മുറ, അതിന് കൂടുതൽ സൂക്ഷ്മമായ തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്, അതാണ് തരീഖത്ത്. പോലെ അഥവാ ഹറാമിൽ പെട്ടുപോകുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ ഹലാല് പോലും ഒഴിവാക്കുന്ന അവസ്ഥ, അതാ വറ എന്ന് പറഞ്ഞ. ഹറാമിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ ഹലാല് പോലും, ഹലാൽ എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റൊന്നുമില്ല, ചെയ്തു വെച്ചിട്ട് കൂലിയും ഇല്ല, പക്ഷേ അത് ഹറാമിലേക്ക് നയിക്കുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ ഈ കേവലം ഹലാലിനെ പോലും ഒഴിവാക്കുന്ന, ഹലാലായി അംഗീകരിക്കപ്പെട്ടൊരു കാര്യം പോലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി, അതാ കൂടുതൽ ദൃഢതയുള്ള കാര്യങ്ങൾ ചെയ്യുക, ആത്മപരിശീലനം, ആത്മീയമായ തീവ്രമായ പരിശീലന മുറകളെ പോലെ, മുതബത്തില അതിൽ മുഴുകി ഇറങ്ങിക്കൊണ്ടുള്ള പരിശീലന മുറകളെ പോലെ. അള്ളാഹുമായിട്ട് സദാസമയത്തും അള്ളാഹുവിൽ ലയിച്ചിരിക്കുക എന്ന് പറയുന്ന, അള്ളാഹുവിനെ അങ്ങോട്ട് സദാ മനസ്സിൽ അള്ളാഹുവിൽ വിലയം പ്രാപിക്കുക എന്ന മുശാഹദയുടെയും മുറാഖബയുടെയും അവസ്ഥ പ്രാപിക്കുമ്പോഴാണ് ഹഖീഖത്തുണ്ടാകുന്നത്. അപ്പൊ ഒരു തരീഖത്തുകാരൻ, ഒരു മുരീദ്, ഈ ശരീഅത്ത്, തരീഖത്ത്, ഹഖീഖത്ത് എന്നീ സ്റ്റെപ്പുകളിലൂടെയുള്ള പ്രയാണമാണ്. ഒരിക്കലും
ഒരു തരീഖത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല. നിങ്ങൾ നോക്കൂ, ഈ ഒരു വലിയ ഉന്നതമായ ഇസ്ലാമിന്റെ ഏറ്റവും തക്മീലായ കാമിലായ മഹാന്മാരായ മശായിഖന്മാരും ഔലിയാക്കളൊക്കെ എത്തിപ്പെട്ട ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, അതിൽ പ്രവർത്തിക്കുന്ന, പക്ഷേ ഈ തരീഖത്തിനെയും തസവുഫിനെയും നൂറ്റാണ്ട് കാലത്തു തന്നെ പല ആളുകളും പല പുത്തൻ തരീഖത്തിന്റെയും തസവുഫിന്റെയും സൂഫിയാക്കളുടെയും പേരിൽ മാത്രമല്ല സിർറുൽ അസ്റാർ എന്ന് പറയുന്നത് അവസാനത്തെ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയാം? ഒരുപാട് പിഴച്ച തരീഖത്തുകാരുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഹുൽവിയാക്കൾ, ഹാലിയാക്കൾ, ഔലിയായിയാക്കൾ, സംറാഹിയാക്കൾ, ഹുബ്ബിയാക്കൾ, ഹൂരിയാക്കൾ, ഇബാഹിയത്ത്, മുത്തകാസിലാക്കൾ, ഹദ്ദിയത്ത്, മുത്തജാഹിലത്ത്, വാഖിഫിയത്ത്, ഹാമിയത്ത്. എന്താ ഇവരുടെ വാദം? ഞാൻ മൊത്തത്തിൽ പറയാം, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. ഇവര് പറയുന്നത് നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളെ നോക്കുക, അതുപോലെ ഭംഗിയുള്ള കൗമാരക്കാരായ ആൺകുട്ടികളെങ്ങനെ ഓലപ്പങ്ങനെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് അത് ഹലാലാണ് എന്നാണ് ഇവിടെ. ഇവര് സൂഫിയാക്കളാണ്, തരീഖത്തേരാണ്. ഓല പെണ്ണുങ്ങളായിട്ടാണ് അവരുടെ പണി. കൗമാരക്കാരായ കുട്ടികളോട് വലിയ കമ്പാണ് അവർക്ക്. എന്നിട്ട് അതിനനുസരിച്ച് അവർ നൃത്തങ്ങളും അതുപോലെ ചുംബനങ്ങളും കെട്ടിപ്പിടുത്തങ്ങളും ഒക്കെ ചെയ്യുന്നു. ഇതിൽ പറയാണ് വഹാദ കുഫ്റുൻ മഹ്ദുൻ. ഇത് തരീഖത്തിന്റെ പേരിൽ നടക്കുന്ന ഈ കോപ്രാട്ടിത്തരം തനിച്ച കുഫ്റാണ് എന്നാ പറയുന്നത്. കുഫ്റാണ്, ഇസ്ലാമല്ല. അതുപോലെ തന്നെ കൈകൊട്ടിപ്പാടുക, സംഗീത നൃത്തങ്ങൾ ആലപിക്കുക. അതുപോലെ തന്നെ അവരുടെ വാദമാണ് ഷെയ്ഖിനൊരവസ്ഥ വന്നിട്ടുണ്ട്, ഇനി ഷെയ്ഖിന് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഹജ്ജ് വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയുന്ന അവസ്ഥ. ആ അവസ്ഥയുള്ള ആളുകൾ പറയാണ് വഹാദിഹി ബിദ്അത്തുൻ ലൈസത്ത് ഫീ സുന്നത്തി റസൂലില്ലാഹ്. ഇത് അല്ലാഹുവിന്റെ ചര്യയോട് ഒരു ബന്ധവും ഇല്ലാത്ത പുത്തൻ വാദമാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു വാദമാണ് ഔലിയാക്കളെ മർത്തബയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ശർഇന്റെ കീർത്തനങ്ങളൊന്നും അയാൾക്ക് ആവശ്യമില്ല. പിന്നെ അയാൾ പറയാണ് അൽ വലിയു അഫ്ളലു മിനൻ നബിയ്യീന, നബിയേക്കാൾ ശ്രേഷ്ഠനാണ് ഞങ്ങളെ ഷെയ്ഖ് എന്നാ പറയുന്നത്. നബിനേക്കാട്ടിലും വലിയ ആളാണ് ഞങ്ങളെ ഷെയ്ഖ്. ഇതൊക്കെ തരീഖത്തിന്റെ പേരിലുണ്ടായ വാദങ്ങളാണ്. തരീഖത്ത് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നല്ലതാണെന്നാ വിചാരിക്കേണ്ടത്? അല്ല. അതുപോലെ തന്നെ അങ്ങനെ ഇതിനു സമാനമായ ഒരുപാട് വാദങ്ങൾ ഇവർ വെച്ച് പുലർത്തുകയാണ്. വേറെ കൂട്ടരുണ്ട് ഹുരിയാക്കൾ. എല്ലാം കൂടി ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അവരുടെ വാദം എന്താ വെച്ചാൽ സ്വർഗത്തിലുള്ള ഹൂറുലീങ്ങളേറ്റ് ഇവര് ഇടക്കിടക്ക് ഇവരുടെ വാദമാണ്. സ്വർഗത്തിലുള്ള ഹൂറുലീങ്ങളേക്ക് ഷെയ്ഖും മുരീദും ലൈംഗിക ബന്ധം നടത്തും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നീച്ചിട്ട് കുളിക്കും. അപ്പൊ എന്താ നിങ്ങൾ കുളിച്ചത്? ഞങ്ങൾ സ്വർഗത്തിലെ ഹൂറുലീങ്ങളേറ്റ് ലൈംഗിക ബന്ധം നടത്തിക്കാണ്ട് വലിയ ശുദ്ധി ഉണ്ടായിക്കാണ് എന്ന് പറയും. നോക്കണം നിങ്ങൾ. ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം വാദങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. എന്നാൽ ചില ആളുകൾ എന്ത് പറയും? ഇത്തരം വാദങ്ങളൊക്കെ വെച്ച് പുലർത്തിയാലും യഖൂലൂൻ, അവർ പറയും നഹ്നു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ഞങ്ങൾ സുന്നിയാളെന്ന് അവർ പറയും. പക്ഷേ ഈ ഗ്രന്ഥത്തിൽ പറയുന്നു വലൈസു മിൻഹും, അവർ സുന്നികളല്ല, അവർ സുന്നികൾ അല്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സിർറുൽ അസ്റാർ എന്ന ഈ ഗ്രന്ഥത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ ഒരുപാട് പിഴച്ച കക്ഷികളെ പറ്റി പറയുകയാണ്. ആ പിഴച്ച കക്ഷികൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വളരെ സ്വഹാബിമാർ നമ്മെ പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ സുന്ദരമായ അല്ലാഹുവിനെ കുറിച്ചും അമ്പിയാക്കളെ കുറിച്ചും അന്ത്യനാളിനെ കുറിച്ചും ഔലിയാക്കളെ സംബന്ധിച്ചും തരീഖത്തിനെ കുറിച്ചും ഹഖീഖത്തിനെ കുറിച്ചും ശരീഅത്തിനെ കുറിച്ചുമൊക്കെ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തന്ന ശരിയായ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളാണ് അവരൊക്കെ. അവരൊന്നും തന്നെ സുന്നികൾ അല്ല. അതൊന്നും സുന്നിയാളെ പേരിൽ കൂട്ടിക്കെട്ടേണ്ട കാര്യമല്ല. ഇവരൊന്നുകിൽ പുത്തൻവാദികളാണ്, അല്ലെങ്കിൽ തനിച്ച കാഫിര്യങ്ങളാണ്. സുന്നികളും ഇവരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതൊന്നും ഇപ്പൊ ഇവിടെ ഒന്നും പറയണ്ട. ഇപ്പൊ ഞങ്ങളുടെ നാട്ടുകാരോട് പറയുകയാണെങ്കിൽ അവർക്കൊന്നും ഇത് പരിചയമല്ല. നിങ്ങളുടെ നാട്ടുകാരോട് പറയുമ്പോ മനസ്സിലാവും നിങ്ങൾക്ക്. ഞങ്ങളുടെ നാട്ടിൽ തരീഖത്ത് ശരീഅത്ത് ഹഖീഖത്ത് എന്നൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം അങ്ങനത്തെ ഒരു ചർച്ച എന്റെ നാട്ടിലില്ലല്ലോ.
ഇപ്പോ ഈ നാട്ടുകാരനായ ഈ പറഞ്ഞ കല്ലായി അബ്ദുള്ള എന്താളെ പേര് അല്ലേ, കല്ലായി അബ്ദുള്ള എന്നല്ലേ, അയാളുടെ ഒരു പുസ്തകമാണ് ആത്മജ്ഞാനത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ. ഈ പുസ്തകത്തിൽ എന്താണ് അയാൾ പറയുന്നത്? ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം വായിക്കാം. അള്ളാഹുവിന്റെ നൂറായ റസൂലുള്ളാഹിയുടെ നൂറിനെ ദർശിക്കുകയും അങ്ങനെ റസൂലുള്ളാഹിയുടെ നൂറിന്റെ ഒരു അംശമാവുകയും ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിയുടെ നൂറ് കൊണ്ട് റസൂലുള്ളാഹിയെ ദർശിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലല്ലാതെ റസൂലുള്ളാഹി ദൃശ്യമാകുകയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാം. ഇതിന് പറയാം, ജനനവും മരണവും അള്ളാഹുവിന് അസംഭവ്യമാണെന്നതുപോലെ. അള്ളാഹുവിന് ജനനമല്ലല്ലോ, അള്ളാഹുവിന് ജനനമില്ല, അള്ളാഹുവിന് മരണമില്ല. റസൂലുള്ളാഹിക്കോ? നമ്മൾ ഇനിയിപ്പോ 2 മാസം സഫർ മാസം കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തില് നമ്മൾ എന്താ ചെയ്യുന്നത്? നബിയുടെ ജനന ദിവസമാണ് ആഘോഷിക്കാൻ പോകുന്നത്. ഇവരെന്താ പറയണത്? ഇവര് പറയാ അള്ളാഹുവിന്റെ ജനനവും മരണവും അള്ളാഹുവിന് അസംഭവ്യമാണെന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ നൂറായ റസൂലുള്ളാഹിക്കും ജനനവും മരണവും അസംഭവ്യമാകുന്നു. റസൂലുള്ളാഹിക്ക് ജനനമില്ല, മരണമില്ല. ആലമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള നൂറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലം എന്നാൽ മാസിവൽ ബാരി, അഖിലാണ്ടം എന്നാൽ അത് അള്ളാഹു അല്ലാത്തതാകുന്നു. അപ്പോൾ ഈ നൂറ് സൃഷ്ടിയേ അല്ല. മങ്കൂസ് മൗലിദിന്റെ 1-ാമത്തെ വരി റസൂലുള്ളാഹിന്റെ നൂറിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ ശരീരം, റസൂലുള്ളാഹിന്റെ ജസദ് അത് ആമിനാബിയുടെ ഗർഭപാത്രത്തിലൂടെ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് തലമുറകളായി കൈമാറി പോന്നതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് എന്ന് പറയുന്ന ആത്മീയമായ ഒളിവില്ലേ, ഒളിവ്, ആ ഒളിവ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ പ്രഥമ ബിന്ദുവാണ് എന്ന് മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടില്ലേ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. ആലമിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? 1-ാമത്തെ ബിന്ദുവായി, പ്രഥമ ബീജമായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയമായ നൂറിനെ അല്ലാഹു തആല പടക്കുകയാണ്. പക്ഷെ അത് പടപ്പാണ്. റസൂലുള്ളാഹിന്റെ നൂറ് സൃഷ്ടിയാണ്. റസൂലുള്ളാഹിന്റെ നൂറ് സൃഷ്ടിയല്ല എന്നാണോ നിന്റെ വിശ്വാസമെങ്കിൽ നിന്റെ തരീഖത്ത് അത് നരകത്തിന്റെ തരീഖത്താണ്. ആ തരീഖത്ത് അത് ശൈത്താന്റെ തരീഖത്താണ്. ആ തരീഖത്ത് അത് മുരീദന്മാരെ നരകത്തിലേക്ക് തള്ളിയിടുന്ന തരീഖത്താണ്. അതും അള്ളാഹും തമ്മിൽ ബന്ധമില്ല, അതും ദീനും തമ്മിൽ ബന്ധമില്ല, അതും റസൂലും തമ്മിൽ ബന്ധമില്ല. നിങ്ങൾ നോക്കൂ, ഈ ഗ്രന്ഥം മുസന്നഫ് അബ്ദുർ റസാഖ് ഹദീസിൽ ഏറ്റവും പ്രഗത്ഭമായ ഗ്രന്ഥമാണ്. മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്നത് മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ് ഉണ്ടാക്കിയ കിതാബാത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥൻ രചിച്ച ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ അധ്യായത്തില് അതിന്റെ 1-ാമത്തെ ഉപശീർഷകത്തിന്റെ 18-ാമത്തെ ഹദീസ്, ആ ഹദീസിൽ എന്താ പറയുന്നത്? അബ്ദുർ റസാഖ് അൻ മഅ്മരിൻ അൻ ഇബ്നുൽ മുൻകദിരി അൻ ജാബിരിൻ അന്നഹു ഖാല, മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ഒറ്റക്ക് കിട്ടിയപ്പോൾ ചോദിക്കുകയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹ്. അല്ലാഹു തആലയുടെ ആദ്യത്തെ സൃഷ്ടി ഏതാണ് നബിയേ? ആദ്യത്തെ സൃഷ്ടി ഏതാണെന്നാ ചോദ്യം. അല്ലാഹു പടച്ച 1-ാമത്തെ വസ്തു ഏതാണ് നബിയേ? അതിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ഫഖാല, നബി തങ്ങൾ കൊടുത്ത മറുപടി, ഹുവ നൂറു നബിയിക യാ ജാബിറു. ഓ ജാബിറേ, അത് നിന്റെ നബിയുടെ നൂറാകുന്നു. ഖലഖഹുല്ലാഹ്, ആ നൂറിനെ അല്ലാഹു പടച്ചു. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ റസൂലുള്ളാഹിന്റെ നൂറിനെ അല്ലാഹു 1-ാമതായി പടച്ചു. ഇത് മനസ്സിലായി നിങ്ങൾക്ക്? അതന്നെ മങ്കൂസ് മൗലിദിൽ 1-ാമത്തെ വരിയിൽ പറഞ്ഞത്, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. എന്നാ ഇവൻ എഴുതുന്നത് എന്താ?
ജനനവും മരണവും അള്ളാഹുവിന് അസംഭവ്യമാണെന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ നൂറായ റസൂലുള്ളാഹിക്കും ജനനവും മരണവും അസംഭവ്യമാകുന്നു. ആലമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള നൂറാണ് റസൂലുള്ളാഹി. ആലം എന്നാൽ മാസിവൽ ബാരി, അഖിലാണ്ടം എന്നാൽ അത് അള്ളാഹു അല്ലാത്തതാകുന്നു. അപ്പോൾ ഈ നൂറ് സൃഷ്ടിയേ അല്ല. പിന്നെ ഈ നൂറ് എന്താണ്? ഈ നൂറ് സ്രഷ്ടാവുമല്ല, അത് അള്ളാഹുവിന്റെ സിഫത്തായ നൂറാണ്. അള്ളാഹുവിന്റെ സിഫത്ത് ഒരിക്കലും സൃഷ്ടിയുമല്ല, സ്രഷ്ടാവുമല്ല. അതേ അള്ളാഹുവിന്റെ ഒരു അനിവാര്യ ഗുണമത്രേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു പടി കൂടി ആഴത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ റസൂലുള്ളാഹി എന്നാൽ അള്ളാഹുവിന്റെ സിഫത്തുകളുടെ ആകത്തുകയത്രേ. അള്ളാഹുവിന്റെ ദാത്തിനെയോ സിഫത്തിനെയോ നിഷേധിക്കുമ്പോഴാണ് മറ്റൊരു നിഷേധവും കുഫറിന്റെ വിധിക്ക് ആധാരമല്ല. രത്ന ചുരുക്കം ഇതാണ്: അന്തിമ വിശകലനത്തിൽ അള്ളാഹും അവന്റെ റസൂലുമല്ലാതെ യാതൊന്നുമില്ല എന്നതത്രേ പരമാർത്ഥ ദർശനം. എന്നാൽ സൃഷ്ടികളുടെ അടിസ്ഥാനമായ നൂറുല്ലാഹിയുടെ അസ്തിത്വം എന്നിങ്ങനെ ഇതിന് പറയാം അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകൾ മുഴുവനും ഏക അള്ളാഹുവിൽ വുജൂദിൽ സമ്മേളിക്കപ്പെടുന്നു. വാജിബുൽ വുജൂദായ വഹദത്തുൽ വുജൂദ് റസൂലുള്ളാഹി അല്ലാതെ മറ്റൊന്നല്ല. അഖീദയിൽ ആകെ അറിയാൻ കഴിയുന്നത് വഹദത്തുൽ വുജൂദിനെ കുറിച്ച് മാത്രമാണ്. വഹദത്തുൽ വുജൂദിനെ വ്യക്തമായി സ്ഥാപിക്കുന്ന തെളിവുകളുടെ സമാഹാരത്തിനാണ് അഖീദ എന്ന് പറയുന്നത്. ഈ അഖീദ അറിയൽ എല്ലാ മുക്കല്ലഫിന്റെ മേലും അനിവാര്യമായിരിക്കുകയാണ്. അതായത് റസൂലുള്ളാഹി അറിയൽ ശറഇൽ ഫർദ് ഐനാകുന്നു എന്ന് സാരം. എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ വാജിബായ സിഫത്താണ് റസൂലുള്ളാഹ്. ഇതൊരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ ജാബിർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ഈ ഹദീസ്, ആ ഹദീസിനെ നേരെ ഖണ്ഡിച്ചുകൊണ്ട്, ആ ഹദീസിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഇത് പച്ച മലയാളത്തിൽ മുരീദന്മാരുടെ ഇടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനത്തെ ആള് ശൈഖാവാൻ പറ്റുമോ? ഇയാളുടെ ശൈഖിന്റെ ശിഷ്യന്മാര് മുരീദന്മാരാവാൻ പറ്റുമോ? അവർക്ക് ശരീഅത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവർക്ക് തരീഖത്തും ഇല്ല, അവർക്ക് ഹഖീഖത്തും ഇല്ല, മഅരിഫത്തും ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് ഇവര് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഖാദിരിയ തരീഖത്ത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അല്ലേ? ഇവർ അവകാശപ്പെടുന്നത് ഞങ്ങൾ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ആളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അതിങ്ങനെ ധ്യാനിക്കുക, വേറൊന്നും വേണ്ടാന്നല്ലേ? എന്നാ മുഹയ്യിദ്ദീൻ ശൈഖ് എന്താ പറഞ്ഞത്? മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി പറയാതെ ചില സൂചനകൾ മാത്രം ഞാൻ പറയുകയാണ്. അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയുടെ 22-ാമത്തെ പേജിൽ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? ഖദ് ഖനഅത മിൻ ത്വാഅത്തില്ലാഹി അസ്സ വജല്ല ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മറ്റു അള്ളാഹുവിന് വഴിപ്പെടേണ്ടതില്ല എന്ന് നീ പറഞ്ഞു പോകരുത്. ഹാദാ ലാ യൻഫഉക, ഇതൊരിക്കലും തന്നെ നിനക്ക് ഉപകാരപ്പെടുകയില്ല. ഹത്താ തുളീഫ ഇലൈഹി ശൈഅൻ ആഖറ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നീ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൽ ഈമാനു ഖൗലുൻ വ അമലുൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസവും അനുഷ്ഠാനവുമാണ്. ലാ യുഖ്ബലു മിൻക വലാ യൻഫഉക, ആ ഈമാൻ നിനക്ക് സ്വീകരിക്കപ്പെടണമെങ്കിൽ, നിനക്ക് പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിനക്കൊരിക്കലും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല, ഉപകാരപ്പെടുകയും ഇല്ല. ഇദാ അതൈത ബിൽ മആസി വസ്സല്ലാത്ത്, നീ പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല. വമുഖാലഫത്തിൽ ഹഖ് അസ്സ വജല്ല, തമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൊണ്ട് ഉപകാരമില്ല. വഅസ്റർത അലാ ദാലിക വതറക്ത الصلاة والصوم والصدقة وافعال الخير, നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, മറ്റു നല്ല കാര്യങ്ങൾ വേണ്ട, ദാനധർമ്മം വേണ്ട, വേണ്ട എന്ന് പറയുന്ന ശരീഅത്തിനെ തള്ളിപ്പറയുന്ന ആളുകൾ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വാജിബായ സിഫത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയല്ല, എന്നാൽ സ്രഷ്ടാവുമല്ല, അല്ലാഹുവിന്റെ സിഫത്തുകളുടെ ആകത്തുകയാണ്. അത് ഒരിക്കലും തന്നെ നശിക്കുക, അതിന് ഒരിക്കലും തന്നെ ഒരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയുന്ന വാദഗതികളില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അവകാശപ്പെടുന്ന ആളുകൾ, ആ ആളുകളെ അവര് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ആളുകളാന്നാ പറയുന്നത്. എന്നാ മുഹയ്യിദ്ദീൻ ശൈഖ് എന്താ?
മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്താ കിതാബ് പറഞ്ഞിട്ടുള്ളത്? മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ് അൽ ഫതൂഹുർ റബ്ബാനി. അപ്പൊ ഇവിടെ മുജാഹിദികളൊക്കെ അവരുടെ പ്രസംഗത്തിൽ മുഹിയുദ്ദീമാലയെ തള്ളാൻ വേണ്ടി ഫതൂഹുർ റബ്ബാനിയെ ഉദ്ധരിക്കാറുണ്ട്. മുഹിയുദ്ദീമാലയെ തള്ളാൻ വേണ്ടി ഫതൂഹുർ റബ്ബാനിയെ ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ ഈ ഫതൂഹുർ റബ്ബാനി ശരിക്കും വായിച്ചാൽ മുജാഹിദിന് 100% മഹാനവറുകൾ മറുപടി പറയുന്നുണ്ട്. അത് വേറെ കാര്യം, ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറയാ, ഫഅയ്യു ശൈഇൻ യൻഫഉക ശഹാദതാനി ഇദാ ഖുൽത ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഖദ് ഇദ്ദഅയ്ത. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു വാദം മാത്രമാണ്. വാദത്തിന് നിനക്ക് തെളിവ് വേണം. എന്താണ് തെളിവ്? ഇംതിസാലുൽ അംരി വൽ ഇന്തിഹാഉ അനിൻ നഹി. പൂർണ്ണമായി ശരീഅത്ത് പാലിച്ചുകൊണ്ട് ജീവിക്കണം. ഞാൻ തരീഖത്തുകാരനാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, ശരീഅത്തിനെ തള്ളാതിരിക്കണം. ഇതിന്റെ വാദം സത്യസന്ധമാണെന്ന്. അതിന്റെ തെളിവെന്താണ്? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. അള്ളാഹുവിൽ നിന്ന് വഹ്യ് മുഖാന്തരമായിട്ട് മഹാന്മാരായ നബിമാർ, അന്തിമ പ്രവാചകനായ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ആ ശരീഅത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, ഫശരീഅത്തുൻ അഖ്ദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹ്യിൻ ജലാ. അത് വളരെ സമ്പൂർണമായിട്ട് സ്വീകരിക്കണം. ഒരു ഷെയ്ഖിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു മുരീദിന്റെ പടിപടിയായ സ്റ്റെപ്പുകളിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ശരീഅത്താണ്. നിസ്കാരവും നോമ്പും ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവുമാണ്. അതില്ലാത്ത ഈ കപട വിശ്വാസം വെച്ച് പുലർത്തുന്ന, റസൂലുള്ളാഹിനെ സംബന്ധിച്ച് തോന്നിവാസം പറഞ്ഞ, റസൂലുള്ള ഒരു സൃഷ്ടിയല്ല എന്ന് പറഞ്ഞ, അള്ളാഹുവിന്റെ സിഫത്താണെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ, ഇത് എഴുതിവെട്ട മനുഷ്യൻ, ഇത് പ്രചരിപ്പിച്ച മനുഷ്യൻ മരിച്ചതുകൊണ്ട് കുറ്റം പറയില്ലട്ടോ, വ്യക്തിപരമായ കുറ്റമല്ല. ഇങ്ങനത്തെ ആളുകൾ ശൈഖന്മാരാവാൻ പറ്റുമോ? ആത്മീയ നായകന്മാരാവാൻ പറ്റുമോ? മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പ്രതിനിധാനം അവകാശപ്പെടാൻ പറ്റുമോ? ഔലിയാക്കളുടെ മാർഗത്തിന്റെ ആളാണെന്ന് പറയാൻ പറ്റുമോ? അത്ഭുതങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ ആണ്, ഒറ്റ ഊത്തിന് ചിലപ്പോ ക്യാൻസറൊക്കെ മാറിയിട്ടുണ്ടാവും, അല്ലെ? അത് അള്ളാഹു തആല അവിടെ പല സംവിധാനങ്ങളും ചെയ്യും. അതൊന്നും എന്തല്ല, ഒരു മാർഗം ശരിയാണ് എന്നതിന്റെ തെളിവല്ല. നിങ്ങൾ നോക്കൂ, ഒരു മാർഗം ശരിയാണ്, ഒരു വ്യക്തി സത്യസന്ധനാണ്, ഒരു വ്യക്തി ശരിയായ ശൈഖാണ് എന്നതിന്റെ തെളിവ് അയാളിലുണ്ടാകുന്ന അത്ഭുതങ്ങളല്ല. മറിച്ച് എന്താണ്? അയാൾ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിലായിട്ടാണോ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കണം. ഇത് ഞാൻ വെറുതെ പറയല്ല. ഈ കിതാബ് മഹാനായ റിഫായി ഷെയ്ഖിന്റെ കിതാബാ. ഔലിയാക്കളുടെ ലോകത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും അല്ലേ നമ്മുടെ മുമ്പിൽ രണ്ടു സ്ഥാനത്തുള്ളത്. ഈ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെയും റിഫായി ഷെയ്ഖിന്റെയും അത്രമാത്രം അവരുമായിട്ടുള്ള ഈ കേരള ജനതയുടെ ബന്ധം മറ്റു ഔലിയാക്കളോടൊന്നും ഇല്ലല്ലോ. അപ്പൊ അത്രമാത്രം നമ്മുടെ മനസ്സിൽ കുടിയേറി നിൽക്കുന്ന, നമ്മൾ അത്രമാത്രം ബഹുമാനിക്കുന്ന മുഹിയുദ്ദീൻ മാലയും മുഹിയുദ്ദീൻ നേർച്ചയും മുഹിയുദ്ദീൻ പള്ളിയും, ഇങ്ങനെ ഒരുപാട് നിലക്ക് മുഹിയുദ്ദീൻ റാത്തീബും കുത്തുബിയ്യത്തും, ഇങ്ങനെ മുഹിയുദ്ദീൻ ഷെയ്ഖുമായിട്ടും റിഫായി ഷെയ്ഖുമായിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളുടെ ബന്ധം അത് വല്ലാത്തൊരു ബന്ധമാണ്. അങ്ങനെയുള്ള ആ മുഹിയുദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ് എന്നീ രണ്ട് മഹാന്മാരുടെ കിതാബിൽപ്പെട്ട ഒരു കിതാബാണ് അൽ ബുർഹാനുൽ മുഅയ്യദ്. ഈ കിതാബ് അൽ ബുർഹാനുൽ മുഅയ്യദാണ്. ഇത് ആരുടേതാണ് ഈ കിതാബ്? മഹാനായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ്. ഏതെങ്കിലും ഫിഖ്ഹിന്റെ പണ്ഡിതന്റെ കിതാബല്ല. റിഫായി ഷെയ്ഖിനെക്കാളും വലിയ ആളില്ലല്ലോ. ആ റിഫായി ഷെയ്ഖ് പറയാ, ഈ കിതാബിന്റെ 86-ാമത്തെ പേജിൽ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇദാ റഅയ്തും ശഖ്സൻ തർബഉ ഫിൽ ഹവാ ഫലാ തൽതഫിതു ഇലൈഹി ഹത്താ തൻദുറു ഹാലഹു ഇൻദൽ അംരി വന്നഹി. ബഹുമാനപ്പെട്ടവർ പറയാ, കുല്ലു ഹഖീഖത്തിൻ റദ്ദത്ഹ ശരീഅ, പരിശുദ്ധമായ ശരീഅത്ത് ദീനുൽ ഇസ്ലാം തള്ളിക്കളയുന്ന ഏത് ഹഖീഖത്തും ഏത് തരീഖത്തും ഫഹിയ സന്ദഖ, അത് മതനിരാസമാണ്, അത് മതത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണ്, അത് കുഫറിന്റെ കാരണമാണ്, അത് ഇസ്ലാമല്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ തൊട്ടുടഞ്ഞ പറയുകയാണ്, ഇദാ റഅയ്തും, നിങ്ങൾ കണ്ടാൽ, ശഖ്സൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ,
തർബഉ ഫിൽ ഹവാഇ, അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ചമ്മറപ്പടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കസാലന്റെ ആവശ്യമില്ല, തൂണിന്റെ ആവശ്യമില്ല, വായുവിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാ ഔലിയ പാപ്പയെന്നാ മനസ്സിലാക്കേണ്ടത്? ശൈഖുൽ മശായിഖാന്നാ മനസ്സിലാക്കേണ്ടത്? മനസ്സിലാക്കി പോകരുത് കേട്ടോ. ഫലാ തൽതഫിതു, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ തന്നെ നിങ്ങൾ പോവണ്ട. ഫലാ തൽതഫിതു ഇലൈഹി, അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക തന്നെ വേണ്ട. ഹത്താ തൻദുറു ഹാലഹു, അയാൾ ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കുന്നുണ്ടോ നോക്കണം. അസർ ളുഹ്ർക്ക് ബാങ്ക് കൊടുത്തിട്ട് അയാൾ അസർ വരെ പുസ്തകം വായിച്ചിരുന്നിക്ക. എന്താ നിസ്കരിക്കായിരുന്നത്? ഞാൻ എന്റെ മനസ്സുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു. എന്നാ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ തന്നെ പാടില്ല. ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തിയ ഒരു കാറ്റഗറിയിലാണ് അപ്പൊ ഉള്ളത്. ആ കാറ്റഗറിയിലുള്ള എനിക്ക് നിസ്കാരം ബാധകം അല്ല, ജുമുഅ ബാധകമല്ല, ജുമുഅത്ത് പള്ളിക്ക് പോവേണ്ടതില്ല, ജമാഅത്ത് ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ ഇത് ഫതുഹുൽ മൊയ്ൻ അല്ല വായിക്കുന്നത്, തുഹ്ഫയല്ല, മഹല്ലിയല്ല, അല്ലെങ്കിൽ ഷാഫി ഇമാമിന്റെ ഉമ്മ അല്ല വായിക്കുന്നത്. മഹാനായ റിഫായി ശൈഖിന്റെ അൽ ബുർഹാനുൽ മുഅയ്യദിന്റെ 86-ാമത്തെ പേജിൽ നിന്നാ വായിച്ചത്. ഇദാ റഅയ്തും ശഖ്സൻ തർബഉ ഫിൽ ഹവാഇ, അന്തരീക്ഷത്തിലൂടെ ചമ്രപ്പടിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ തന്നെയും ഫലാ തൽതഫിതു ഇലൈഹി, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. ഹത്താ തൻദുറു ഹാലഹു, അവന്റെ അവസ്ഥ നിങ്ങൾ പരിശോധിക്കുന്നത് വരെ. ഇൻദൽ അംരി വന്നഹി, അല്ലാഹുവിന്റെ വിധിവിലക്കുകളുടെ അടുക്കൽ. അതപ്പ ശരീഅത്തില്ലാത്ത തരീഖത്ത്, ഒരു തരീഖത്ത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള വഴി എന്താണ്? ശരീഅത്തില്ലാത്ത തരീഖത്ത്, അതിന് എന്ത് അത്ഭുതം ഇവിടെ കാണിച്ചാലും ശരി. ഞാൻ അമേരിക്കനാണ്, ഒറ്റ ഊത്തിലാണ് ചാമ്പലാക്കി, എന്നാലും ശൈഖുൽ മശായിഖ എന്ന് മനസ്സിലാക്കാൻ പോണ്ട. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർന്നില്ല. ബഹുമാനപ്പെട്ടവർ അൽ ബുർഹാനുൽ മുഅയ്യദിന്റെ 53-ാമത്തെ പേജിൽ വളരെ കൃത്യമായി ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഐ സാദ, അല്ലയോ ജനങ്ങളെ, അദ്ദിമു ശഇനൽ ഫുഖഹാഇ, പണ്ഡിതന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം. വൽ ഉലമാഇ, ഉലമാക്കളെയും ബഹുമാനിക്കണം. കതഅദീമികും ശഇനൽ ഔലിയാഇ വൽ ഉറഫാ, ഔലിയാക്കളെയും ആരിഫീങ്ങളെയും നിങ്ങൾ ബഹുമാനിക്കും പോലെ. ഫഇന്ന തരീഖ വാഹിദുൻ, എല്ലാവരുടെയും വഴി ഒന്നു തന്നെയാണ്. വഹാഉലാഇ, ഉലമാക്കൾ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഉറാസു ലാഹിരി ശരീഅ, ശരീഅത്തിന്റെ ലാഹിറിന്റെ അനന്തരഗാമികളാണ്. വഹമലതു അഹ്കാമിഹാ, ശരീഅത്തിന്റെ വിധിവിലക്കുകളുടെ വാഹകരുമാണ്. അല്ലദീന യുഅല്ലിമൂനഹ അന്നാസ്, അവരാണ് ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീഅത്തിനെ തള്ളിപ്പറയാൻ പറ്റൂല, ശരീഅത്തിന്റെ ഉലമാക്കളെ തള്ളിപ്പറയാൻ പറ്റൂല, അവരെ ചെറുതാക്കി കാണിക്കാൻ പറ്റൂല, അവരെ കൊച്ചാക്കി മനസ്സിലാക്കാൻ പാടില്ല എന്ന് ആരാണ് പറയുന്നത്? മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു അൽ ബുർഹാനുൽ മുഅയ്യദിലാ പറയുന്നത്. ഇങ്ങനെ എത്ര കിതാബിൽ പറയുന്നുണ്ട്. ഇനി ഔലിയാക്കളുടെ നേതാവായ ഇമാം ഖുശൈരി റളിയല്ലാഹു തആല അൻഹു, ഇമാം ഖുശൈരി മുഹിയുദ്ദീൻ ശൈഖിന്റെ മുമ്പുള്ള ആളാണ്. ഖുശൈരി ഇമാം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെയും മുമ്പുള്ള ഹിജ്റ 400-കളിൽ വഫാത്തായി പോയ, 400-കളുടെ അവസാനത്തിലാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. 500-കളുടെ പകുതി കഴിഞ്ഞതിന് ശേഷമാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത്. എന്നാൽ അതിന്റെ മുമ്പ് ഉള്ള മഹാനാണ് ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു, ഔലിയാക്കളുടെ നേതാവാണ്. ആ ഖുശൈരി റളിയല്ലാഹു അൻഹു ഹിജ്റ 456-ലാണ് വഫാത്താകുന്നത്. ബഹുമാനപ്പെട്ടവർ മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു കാര്യം എന്താണ്? ഈ ഗ്രന്ഥത്തിന്റെ 22-ാമത്തെ പേജിൽ അദ്ദേഹത്തിന്റെ റിസാലത്തുൽ ഖുശൈരിയ എന്ന ഈ ഗ്രന്ഥത്തിന്റെ 22-ാമത്തെ പേജിൽ ഔലിയാക്കളുടെ നേതാവായ, ആരിഫീങ്ങളുടെ രാജാവായ മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച് പറയുന്നത് എന്താണ്? ലൗ നദർതും ഇലാ റജുലിൻ ഉഅതിയ മിനൽ കറാമാതി ഹത്താ യർതഖിയ ഫിൽ ഹവാഇ ഫലാ തഗ്തറു ബിഹി ഹത്താ തൻദുറു കൈഫ തജിദൂനഹു ഇൻദൽ അംരി വന്നഹി വഹിഫ്ദിൽ ഹുദൂദി വഅദാഇശ് ശരീഅ. ഒരാള് വലിയ അസാധാരണ അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരാള്, അത്ഭുതങ്ങളാ കാണിക്കുക, അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പാറുക.
ഹത്താ യർതഖിയ ഫിൽ ഹവായി, അന്തരീക്ഷത്തിലൂടെ അയാൾ ഇങ്ങനെ കയറി പോകുകയാണ് ആകാശത്തിലേക്ക്. ഒരാള് വായുവിലൂടെ ഇങ്ങനെ കയറി പോകുക. അങ്ങനത്തെ ഒരാളെ നിങ്ങൾ കണ്ടാലും ഫലാ തഗ്തറൂ ബിഹി, നിങ്ങൾ അവന്റെ ചതിയിൽ പെട്ടുപോകരുതേ. മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ രാജാവല്ലേ, ഔലിയാക്കളുടെ നേതാവല്ലേ. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു പറയാണ് ഫലാ തഗ്തറൂ ബിഹി, അത് കണ്ട് നിങ്ങൾ വഞ്ചിതരായി പോവരുത്, നിങ്ങൾ പെട്ടുപോവരുത്. ഹത്താ തൻദുറൂ കൈഫ തജിദൂനഹു ഇൻദൽ അംരി വന്നഹി വഹിഫ്ദിൽ ഹുദൂദി വഅദാഇശ് ശരീഅ, ശരീഅത്തിന്റെ വിധിവിലക്കുകൾ അയാൾ വീട്ടുന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനകളും അല്ലാഹു നിരോധിച്ച കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കണം. അല്ലാഹു നിശ്ചയിച്ച അതിർത്തികളെ ഇയാൾ എത്രത്തോളം സൂക്ഷിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോ ഈ ജാതി കള്ളവാദങ്ങളാണ്. ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ല. ഇത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഏതാനും സൂചനകൾ മാത്രമാണ് വായിച്ചത്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് സലീം ഫൈസി ഇർഫാനി വിശദമായിട്ട് നിങ്ങളെ മുമ്പിൽ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ഞാനതൊക്കെ ചുരുക്കാം. അപ്പോ ശരീഅത്തിനെ പാലിക്കാത്ത, ശരീഅത്തിനെ അംഗീകരിക്കാത്ത, ശരീഅത്തിന്റെ വിശ്വാസ ആചാരങ്ങളെ ഗൗനിക്കാത്ത, തെറ്റായ കാര്യങ്ങൾ പറയുന്ന ഈ ജാതി ശൈഖന്മാർ, ആ ശൈഖന്മാരെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരൊന്നും ശൈഖന്മാരല്ല. ഷെയ്ഖാകുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് വാദിച്ചു വന്നിട്ട് ഞാൻ ഷെയ്ഖാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഷെയ്ഖാകുവോ? എന്താണ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ? ഒരു മുരീദിന്റെ മനസ്സിന്റെ മാലിന്യങ്ങളെ, അവന്റെ മനസ്സിലുള്ള തോന്നിവാസങ്ങളെ, അതിനെല്ലാം ഇല്ലായ്മ ചെയ്ത് ആ മനസ്സിനെ ശുദ്ധീകരിച്ച് മാലിന്യമുക്തമാക്കി അതിലേക്ക് അല്ലാഹുവിന്റെ നൂറാനിയത്ത് പ്രവേശിക്കാൻ ഉതകുന്ന വിധത്തിൽ അതിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്ന, അതല്ലേ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ? ആ ഷെയ്ഖ് ആരാണ്? അതിന്റെ വിശദീകരണം എന്താണ്? ഞാൻ അതിന്റെ ഒരു ചെറിയ വിശദീകരണം മാത്രം ഇവിടെ പറയാം. ഇത് ഏതാ കിതാബ്? അയ്യുഹൽ വലദു, മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബാണ്. ഗസ്സാലി ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി ഔലിയാക്കളുടെ നേതാവാണ്, ഫുഖഹാക്കളുടെ നേതാവാണ്, ഇസ്ലാമിന്റെ പ്രമാണം എന്ന വെളിപ്പേരിൽ അറിയപ്പെട്ട മഹാനാണ്. അങ്ങനെയുള്ള ഗസ്സാലി ഇമാം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അയ്യുഹൽ വലദിന്റെ ചെറിയ കിതാബാണ്, പക്ഷെ വലിയ ആശയങ്ങളാണ്. ഇതിന്റെ 48-ാമത്തെ പേജിൽ ആരായിരിക്കണം ഷെയ്ഖ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാ, ഫഅലം, നീ അറിഞ്ഞുകൊള്ളുക, അന്നഹു യംബഗി ലിസാലിക്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രയാണം ആരംഭിക്കുന്ന ആൾക്ക് അനിവാര്യമാണ് ശൈഖുൻ മുർശിദുൻ മുറബ്ബിൻ, തർബിയത്തിന് യോഗ്യതയുള്ള മുർശിദായ ഒരു ഷെയ്ഖ് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടി? ലിയുഖ്രിജൽ അഖ്ലാഖ സയ്യിഅത മിൻഹു ബിതർബിയതിഹി വയജഅല മകാനഹാ ഖുലുഖൻ ഹസനാ. മുരീദിന്റെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ, തെറ്റായ സ്വഭാവ ദുർഗുണങ്ങളെ, അതിനെ തന്റെ ശിക്ഷണം കൊണ്ട് അതിനെ ഉന്മൂലനം ചെയ്യാൻ, എന്നിട്ട് അതിന്റെ സ്ഥാനത്ത് ഉന്നതമായ മൂല്യങ്ങളെ നിറച്ചു വെക്കാൻ ഉതകുന്ന ഒരു മുറബ്ബിയായ ഒരു ഷെയ്ഖ് ഏതൊരു മുരീദിനും ആവശ്യമാണ്. മുരീദിന് ആവശ്യമാണ്. അപ്പൊ പിന്നെ ആരാണ് ഷെയ്ഖ്? ഷെയ്ഖിന് ഹഖീഖത്തും ഉണ്ട്, ഷെയ്ഖിന് ഷർത്തും ഉണ്ട്. ഷർത്താണ് ഇവിടെ പറയുന്നത്. വശർതു ഷെയ്ഖി അല്ലദീ യസ്ലഹു അൻ യകൂന നായിബൻ ലിറസൂലില്ലാഹ്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ നായിബ് എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത് പല രൂപത്തിലും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറയാൻ സമയമില്ല. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, എന്റെ ഓർമ്മ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. ആ സമയത്ത് വേറൊരു സ്വഹാബി വേറെ രൂപത്തിൽ ഓതുന്നത് കണ്ടു. അപ്പോ നബിയിൽ നിന്ന് ഞാൻ കേട്ടത് പ്രകാരമല്ലല്ലോ ഈ സ്വഹാബി ഓതുന്നത് എന്ന് സംശയമായി. സംശയം അങ്ങനെ കൂടിക്കൂടിയിട്ട് എന്താ അത് ഖുർആൻ ഇങ്ങനെ, ഖുർആൻ എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്? അപ്പൊ വല്ലാത്ത ഖുർആനെ സംബന്ധിച്ച് വല്ലാത്തൊരു സംശയം വന്നു. അപ്പൊ മനസ്സിൽ ഒരു തരം സംശയം. ഈ സമയത്ത് ഇതിനെപ്പറ്റി ചോദിച്ചറിയാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക്
ആ സ്വഹാബി ചെല്ലുകയാണ്. ആ സമയത്ത് മനസ്സിലുള്ള ആ സംശയം നബി തങ്ങൾ ഇങ്ങനെ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് ലെവലാക്കുകയല്ല ചെയ്തത്. സാധാരണ വഅദ് പറയും പോലെ നീട്ടിപ്പരത്തി പറയല്ല ചെയ്തത്. സാധാരണ ക്ലാസ് എടുക്കും പോലെ ക്ലാസ് എടുക്കുകയല്ല ചെയ്തത്. സാധാരണ മനഃശാസ്ത്രപരമായ പ്രബോധനം നിർവഹിക്കുന്നത് പോലെ പ്രബോധനം നിർവഹിക്കുകയല്ല ചെയ്തത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിനൊരടിയാണ് കൊടുക്കുക, ഒറ്റടി. ആ അടിയോടുകൂടി കഅന്നീ അൻദുറു ഇലല്ലാഹ്, എന്റെ ഹൃദയത്തിനൊരു തണുപ്പ് കിട്ടി. ആ അവസ്ഥനെ പറ്റി ബഹുമാനപ്പെട്ടവർ പറയാ, കഅന്നീ അൻദുറു ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ഇപ്പൊ ഇങ്ങനെ നോക്കുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നു. കണ്ടോ, മുശാഹദയുടെയും മുറാഖബയുടെയും അവസ്ഥയാണത്. അപ്പൊ ഒരു നിമിഷം കൊണ്ട്, ഒരു സ്പർശനം കൊണ്ട്, ഒരു ഇടപെടൽ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംശയത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് റബ്ബിലേക്ക് ദർശിക്കുന്ന ഒരു മനസ്സിന്റെ പരിവർത്തനത്തിലേക്ക് തർബിയത്ത് ചെയ്ത അല്ലാഹുവിന്റെ റസൂലിന്റെ തർബിയത്ത്. ആ തർബിയത്തിന്റെ പ്രതിനിധാനം നിർവഹിക്കുന്നയാളാണ് നായിബുർ റസൂൽ എന്ന് പറയുന്നത്. നായിബുർ റസൂൽ, ആ നിയാബത്തുർ റസൂലിന് അവകാശമുള്ള ശൈഖിന്റെ ഷർത്ത് എന്താണ്? വശർതു ശൈഖില്ലദി യസ്ലഹു അൻ യകൂന നായിബൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു വസല്ലമഹു അലൈഹി അൻ യകൂന ആലിമാ, ദീനിനെ കുറിച്ച് വിവരമുള്ള ആളായിരിക്കണം. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളൊക്കെ അറിയണം, ഈമാൻ കാര്യങ്ങൾ കൃത്യമായി അറിയണം. ഇപ്പൊ ഞാൻ ഈ വായിച്ചതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ സിഫത്താണ്, വാജിബുൽ വുജൂദാണ്, അല്ലെ? നിർബന്ധമായ അസ്തിത്വമുള്ളതാണ്, അതിന് ജനനമില്ല, അതിന് മരണമില്ല എന്നൊക്കെ വായിച്ചില്ലേ? ഇതാണോ നമ്മുടെ ഈമാൻ? ഇതാണോ നമ്മുടെ അഖീദ? കണ്ടോ, ഇതിൽ പറയുന്നുണ്ടാണ് അള്ളാഹുവിന്റെ നൂറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദർശനവും ദർശകനുമാണ്. റസൂലുള്ളാഹിയുടെ അസ്തിത്വം അള്ളാഹുവിന്റെ സമ്പൂർണതയ്ക്ക് ആധാരമാണ്. പടച്ചോന് പൂർണ്ണത വരണമെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി വേണമെന്നാണ്. പടച്ചോന് കമാല് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നബിക്ക് അള്ളാഹ്ക്ക് കുദറത്തില്ലെങ്കിൽ അള്ളാഹ്ക്ക് കമാലില്ലല്ലോ. അള്ളാഹ്ക്ക് കുദറത്ത് കഴിവില്ലാത്തൊരല്ലയാണെങ്കിൽ ആ അള്ളാഹ് പൂർണ്ണനല്ല. അറിവില്ലാത്തൊരല്ലയാണെങ്കിൽ ആ അള്ളാഹ്ക്ക് പൂർണ്ണതല്ലല്ലോ. മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്ന അള്ളണ്ട്, ആ അള്ളാഹ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ പറയുന്ന അള്ളയല്ലല്ലോ. മുശ്രിക്കീങ്ങൾ പറയുന്ന അള്ള ഏതാണ്? ഖുർആൻ പറയുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അവർ പറയുന്ന അള്ളാഹനെ വേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല. വമാ അറഫുല്ലാഹ ഹഖ മഅരിഫതിഹി വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നൽകുന്ന വിശദീകരണം എന്താണ്? മൻ ആമന ബിഅന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫഖദറല്ലാഹ ഹഖ ഖദരി വമൻ ലം യുഅ്മിൻ ബിഅന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫലം യഖ്ദിരില്ലാഹ ഹഖ ഖദരി. അല്ലാഹുവിന് ഖുദ്റത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ, എല്ലാ കഴിവും അല്ലാഹ്ക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാഹനെ വേണ്ട വിധം മനസ്സിലാക്കി. അല്ലാഹ്ക്ക് കഴിവില്ല, എല്ലാത്തിന്റെയും കഴിവില്ല എന്ന് മനസ്സിലാക്കുന്നവൻ അല്ലാഹുവിനെ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. ഈ മക്കത്തെ മുശ്രിക്കീങ്ങളൊക്കെ അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അവർ പറയുന്നത് ഒരാൾ മരിച്ചുപോയാൽ പിന്നെ പുനർജീവിപ്പിക്കാൻ പടച്ചോന് കഴിയൂലെന്ന. നുരുമ്പിപ്പോയ എല്ലുകളെ പിന്നെ എങ്ങനെ ജീവിപ്പിക്കുമെന്നാണ് അവർ ചോദിച്ചത്. അപ്പൊ കുദറത്തില്ലാത്ത അള്ളാഹുവിലാണ് അവര് അള്ളാഹ് എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹ് കാമിലല്ല, അങ്ങനത്തെ ഒരു അള്ളല്ല, അങ്ങനത്തെ ഒരു അള്ളാഹ് മുത്തസവ്വറല്ല, അങ്ങനത്തെ ഒരു അള്ളാഹിനെ വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ സാധ്യം അല്ല എന്നതുപോലെ ഇയാൾ പറയുന്നത് എന്താണ്? ഇയാൾ പറയുന്നത് അള്ളാഹുവിന്റെ നൂറാണ് റസൂലുള്ളാഹി, ദർശനവും ദർശകനുമാണ്. റസൂലുള്ളാഹിയുടെ അസ്തിത്വം അള്ളാഹുവിന്റെ സമ്പൂർണതയ്ക്ക് ആധാരമാകയാൽ റസൂലുള്ളാഹി എക്കാലത്തും ഉണ്ടായിരിക്കൽ അനിവാര്യമാകുന്നു. അതില്ലാതിരിക്കുക എന്നത് അള്ളാഹുവിന്റെ ദാത്തിന്റെ ന്യൂനതയ്ക്ക് ഹേതുവായിത്തീരുന്നതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? സാധാരണക്കാർക്ക് മനസ്സിലാവൂത്? മനസ്സിലാവൂലേ? അള്ളാഹുവിന്റെ ദാത്ത് ഉണ്ടല്ലോ, ആ അള്ളാഹുവിന്റെ സത്തയ്ക്ക് റസൂലുള്ളാഹി ഇല്ലെങ്കിൽ ന്യൂനതയാണ് ഇതിൽ പറയുന്നത്. മുഴുവൻ വായിക്കാൻ സമയമല്ല, അതില്ല എന്നിട്ട് പറയാം.
ഹേതുവായി തുടക്കവും ഒടുക്കവുമുള്ള അഖില വസ്തുക്കളും ശൂന്യമാകുന്നതാണ്. എന്നാൽ റസൂലുള്ളാഹിയുടെ അസ്തമനം തികച്ചും അസംഭവ്യമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ സിഫത്താണ് റസൂലുള്ളാഹി. അള്ളാഹുവിന് വാജിബായ സിഫാത്തുകൾ ഇല്ലാതിരിക്കുക എന്നതിനെ ഒരിക്കലും ബുദ്ധി സമ്മതിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നതല്ല. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ വുജൂദ് സ്ഥിരപ്പെടുത്തുന്നതാണ് റസൂലുള്ളാഹി. പടച്ചോ ഉണ്ടാവണമെങ്കിൽ റസൂലുള്ള ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുന്നത്. എന്താ റസൂലുള്ള ഉണ്ടായത് അല്ലാഹ് ഉണ്ടായതുകൊണ്ടാണല്ലേ? അതല്ലേ ജാബിർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത്, അവ്വലു ശൈഇൻ ഖലഖഹുല്ലാഹ്, അല്ലാഹു പടച്ച ഒന്നാമത്തെ സൃഷ്ടി ഏതാണ് നബിയേ? അതിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്താണ്? ഹുവ നൂറു നബിയിക യാ ജാബിറു, ജാബിറേ അത് നിന്റെ നബിയുടെ നൂറാണ്. ഖലഖഹുല്ലാഹ്, ആ നൂറിനെ അല്ലാഹു പടച്ചു, അല്ലാഹു സൃഷ്ടിച്ചു. ഇവിടുത്തെ കല്ലായിക്കാരൻ പറയുന്നത് എന്താണ്? എന്താ പറഞ്ഞത്? അത് പടപ്പല്ല, അത് അള്ളാഹുവിന്റെ ദാത്തിനെ ഉണ്ടാക്കിയെടുത്ത, ഉണ്ടാക്കി കൊടുക്കുന്ന, അള്ളാഹുവിന്റെ ദാത്തിനെ നിലനിർത്തുന്ന അതാണ് റസൂലുള്ളാഹി. അതിന് ജനനമില്ല, മരണമില്ല, അത് വാജിബായ സിഫത്താണ്. ഇതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്ന ആൾക്കാർ എന്നിട്ട് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ആൾക്കാരാന്ന് പറയും ചെയ്യാം. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു. മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്തൊക്കെ ഇവിടെ പറഞ്ഞത്? മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ഈ കിതാബ് ഇതിങ്ങനെ വായിച്ചാല് ഔലിയാക്കളുടെ മാർഗ്ഗം അതിൽ പറയുന്നത് നിസ്കാരത്തിന്റെ ശർത്തും ഫർളും ഒന്നുമല്ല. ഇതില് വളരെ പ്രാധാന്യം കൊടുത്ത് പറയുന്ന ഒരു സംഗതി എന്താണെന്നറിയോ? ശരീഅത്തിനെ മുറുകെ പിടിക്കാത്ത അവസ്ഥ ഉണ്ടാവരുത്. ദീനുൽ ഇസ്ലാമിന്റെ അഖീദകളും സുന്നത്ത് ജമാഅത്തിന്റെ ചട്ടങ്ങളും ഇസ്ലാം കാര്യങ്ങളും അതിനെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു തർബിയത്തും ഒരു ശൈഖും ഒരു മുരീദും ഒരു തരീഖത്തും ഒരു ഹഖീഖത്തും ഇവിടെ ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നവനെ തള്ളണം, അവനെ ഒഴിവാക്കണം, അവനുമായി ബന്ധമുണ്ടാവാൻ പാടില്ല എന്നാണ് മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഫതുഹുർ റബ്ബാനിയിൽ ഒരുപാട് സ്ഥലത്ത് അടിക്കടി അതെന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ആ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മാർഗമാണ് ഇത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ തരീഖത്തിന്റെ അപജയങ്ങൾ, ഈ തരീഖത്ത് വാദികളുടെ ശരീഅത്ത് വിരുദ്ധ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തള്ളിക്കളഞ്ഞ കാര്യങ്ങളും റിഫായി ഷെയ്ഖ് തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ, ഖുശൈരി ഇമാമും അബൂ യസീദുൽ ബിസ്താമിയും ജുനൈദുൽ ബഗ്ദാദിയും അതുപോലെയുള്ള അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇങ്ങനെയുള്ള ഔലിയാക്കളുടെ ലോകത്തെ രാജാക്കന്മാരെല്ലാവരും ഇവരുടെ ആശയഗതികൾ എവിടെയൊക്കെയാണ് തള്ളിക്കളഞ്ഞിട്ടുള്ളത് എന്ന് ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബിന് ശേഷം വിശദമായി ബഹുമാനനായ നമ്മുടെ സലീം ഫൈസി ഉൾപ്പെടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളും പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇവിടെ വിശദീകരിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ മാർഗ്ഗം അവലംബിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.